നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓഹരി വിപണിയിൽ ബുൾ റണ്ണിന് സാധ്യത. നിഫ്റ്റി റെക്കോർഡ് നിലവാരത്തിലേക്ക്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ അടുത്തയാഴ്ചയോടെ വ്യാപാരം $120 ബില്യൺ ഉയരും. ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക്. ഇന്ത്യക്ക് മുൻപ് പാകിസ്ഥാൻ സന്ദർശിക്കും. വിപ്രോയ്ക്ക് അറ്റാദായത്തിൽ നേട്ടം 11% വർധന. ഇന്തോനേഷ്യയേക്കാൾ കുറഞ്ഞ താരിഫ് ലക്ഷ്യമിട്ട് ഇന്ത്യ. ഓഗസ്റ്റ് 1 മുൻപ് കരാറായേക്കും. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 375 പോയിന്റ് ഇടിഞ്ഞ് 82,259 നിഫ്റ്റി 100 പോയിന്റ് ഇടിഞ്ഞ് 25,111 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ടാറ്റ സ്റ്റീൽ, ട്രെൻഡ്, ടൈറ്റൻ, ടാറ്റ മോട്ടോഴ്സ് എന്നിവ നേട്ടമുണ്ടാക്കി. അതേസമയം ഇൻഫോസിസ്, HCL ടെക്, എറ്റേണൽ, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ആക്സിസ് ബാങ്ക് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടറൽ സൂചികകളിൽ FMCG, മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി സൂചികകൾ 0.5 മുതൽ 1% വരെ നേട്ടമുണ്ടാക്കി. BSE മിഡ് ക്യാപ് സൂചിക ഫ്ളാറ്റായി അവസാനിച്ചപ്പോൾ സ്മോൾ ക്യാപ് സൂചിക 0.3% ഉയർന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ബുൾ റണ്ണിന് സാധ്യതയെന്ന് റിപ്പോർട്ട്. ഡിസംബറോടെ നിഫ്റ്റി 50 സൂചിക 28,957 എന്ന റെക്കോർഡ് നിലവാരം തൊടുമെന്നും പ്രവചനം. PL ക്യാപിറ്റൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇന്ത്യൻ ഓഹരി വിപണിയെക്കുറിച്ചുള്ള പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ളത്. നേരത്തെ പ്രവചിച്ച 25,521 എന്ന നിലവാരം മാറ്റിയാണ് പുതിയ ടാർഗറ്റ് പ്രവചനം. 2024 സെപ്റ്റംബറിലെത്തിയ 26,277 നിലവാരമാണ് നിലവിലെ റെക്കോർഡ് നേട്ടം. പ്രതി ഓഹരി വരുമാനം അഥവാ PE റേഷ്യോ കണക്കിലെടുക്കുമ്പോൾ നിഫ്റ്റി അതിന്റെ 15 വർഷത്തെ ശരാശരിയായ 18.5 മടങ്ങിലാണ് വ്യാപാരം ചെയ്യുന്നത്. അതായത് 2.5% ഡിസ്കൗണ്ട് വിലയിലാണ് വ്യാപാരം. നിക്ഷേപകർക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിലുള്ളത് വലിയ ആത്മവിശ്വാസമാണ്. ബുൾറൺ സംഭവിച്ചാൽ PE റേഷ്യോ 20 മടങ്ങിലേക്ക് എത്തും. സാധാരണ മൺസൂൺ, കുറഞ്ഞ ഭക്ഷ്യപ്പണപ്പെരുപ്പം, പലിശ നിരക്കിലെ ഇളവ്, കരുതൽ ധനാനുപാതത്തിലെ വെട്ടിക്കുറയ്ക്കൽ, കേന്ദ്ര ബജറ്റിലെ നികുതി ആനുകൂല്യങ്ങൾ എന്നിവയുടെ പ്രതിഫലനവും വിപണിയിലുണ്ടാവും. അതേസമയം മാർക്കറ്റ് ബെയറിഷ് മോഡിലേക്ക് മാറിയാൽ നിഫ്റ്റി അതിന്റെ ദീർഘകാല ശരാശരിയേക്കാൾ 10% കീഴിൽ വ്യാപാരം നടത്തും. അതായത് 24,821 എന്ന നിലവാരത്തിലേക്ക് താഴാമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും UKയും അടുത്തയാഴ്ച സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് റിപ്പോർട്ട്. 5 വർഷത്തിനകം വ്യാപാരം $120 ബില്യൺ ഉയർത്തും. FDA ഒപ്പുവെച്ചു കഴിഞ്ഞാൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. ഒപ്പം കേന്ദ്ര മന്ത്രിസഭയുടെ അനുവാദവും വാങ്ങണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യമെന്നും വാണിജ്യകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കരാറിൽ ഒപ്പുവെക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ബ്രിട്ടൻ സന്ദർശിച്ചേക്കും. മേയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന് ധാരണയായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിനിടയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ എന്നതും ശ്രദ്ധേയം. കരാർ അനുസരിച്ച് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% ഇനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും. പകരം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യ കുറയ്ക്കും. 10 വർഷത്തിനുള്ളിൽ ഇതിൽ 85% ഇനങ്ങളും തീരുവരഹിതമാകും. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ പരസ്പരം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെപ്റ്റംബറിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യക്ക് മുൻപ് അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിക്കും. നീക്കം ഇന്ത്യയോടുള്ള US-ന്റെ നയതന്ത്ര നയമാറ്റമാണെന്ന് അഭ്യൂഹം. ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം വിവാദത്തിന് തിരികൊളുത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യ-US ബന്ധം നല്ല രീതിയിൽ നിലനിൽക്കെ ട്രംപ് ആദ്യം പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടാണ് ഇതിന് കാരണം. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുമായുള്ള തങ്ങളുടെ ഇടപെടലുകൾ സന്തുലിതമാക്കാനാണ് അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളിൽ US-പാകിസ്ഥാൻ ബന്ധം ഉപയോഗിച്ചേക്കാം. ഇത് കൂടുതൽ അനുകൂലമായ നിബന്ധനകൾ സമ്മതിക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. ട്രംപിന്റെ സന്ദർശനം പുതിയ US-പാകിസ്ഥാൻ സാമ്പത്തിക സഹകരണത്തിലേക്ക് നയിച്ചാൽ തുണിത്തരങ്ങൾ, പ്രതിരോധ കയറ്റുമതി പോലുള്ള മേഖലകളിൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
വിപണി പ്രതീക്ഷകളെ മറികടന്ന് അറ്റാദായത്തിൽ 11% വർധനയുമായി വിപ്രോ. സംയോജിത അറ്റാദായം 3330 കോടിയായി. ഇടക്കാല ലാഭവിഹിതമായി ഓഹരി ഒന്നിന് 5 രൂപയും പ്രഖ്യാപിച്ചു. 3233 കോടി രൂപയുടെ അറ്റാദായമായിരുന്നു വിപണി വിദഗ്ധർ പ്രതീക്ഷിച്ചത്. ഇതിൽ നിന്ന് നേരിയ വർധനവാണ് ആദ്യപാദത്തിൽ ടെക് ബീബൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അറ്റാദായം 3003 കോടി രൂപയായിരുന്നു. അതേസമയം ആഗോള സമ്മർദ്ദങ്ങളുടെ ഫലമായി ലാഭത്തിൽ 6.7% ഇടിവുണ്ടായിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ അടുത്ത പാദത്തിൽ കഴിയും. കമ്പനിയുടെ AI-യിലേക്കുള്ള പരിവർത്തനവും ഓർഡറുകളുടെ ഒഴുക്കുമാണ് ഇതിനെ പിന്തുണയ്ക്കുക. ഇടപാടുകാരുമായുള്ള സമ്പർക്കം, AI എന്നിവയിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വിപ്രോ പ്രസ്താവനയിൽ പറഞ്ഞു. കമ്പനിയുടെ പ്രവർത്തന വരുമാനം 0.7% ഉയർന്ന് 22,134 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 21,963 കോടി രൂപയായിരുന്നു. അതേസമയം ഇടക്കാല ലാഭവിഹിതം ഓഗസ്റ്റ് 15-ന് ഓഹരി ഉടമകൾക്ക് ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യാപാര കരാറിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്തോനേഷ്യയേക്കാൾ കുറഞ്ഞ താരിഫ് എന്ന് റിപ്പോർട്ട്. അജണ്ട ഏഷ്യൻ വിപണിയിലെ മത്സരക്ഷമത ഉറപ്പാക്കൽ. ഓഗസ്റ്റ് 1-ന് മുമ്പ് അമേരിക്കയുമായി വ്യാപാര കരാറിലെത്താൻ തിരക്കിട്ട നീക്കമാണ് ഇന്ത്യ നടത്തുന്നതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്തോനേഷ്യയ്ക്ക് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ നിരക്ക് ആനുകൂല്യങ്ങൾ ലക്ഷ്യമിടുന്നു. ഒപ്പം വിയറ്റ്നാമിന് നൽകിയ 20% കുറഞ്ഞ തീരുവയുമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. കുറഞ്ഞ തീരുവയുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കായിരിക്കും ഇനി US ഇറക്കുമതിക്കാർ പ്രാധാന്യം നൽകുക. അതിനാൽ ഏഷ്യൻ വിപണിയിലെ മത്സരക്ഷമത ഉറപ്പാക്കിയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. വാഷിംഗ്ടണിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിയറ്റ്നാമിനെ മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെയും പോലെ ഇന്ത്യയെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി US കാണുന്നില്ല. അതേസമയം തുല്യമായ ആനുകൂല്യങ്ങൾ അമേരിക്കയും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് BIയുടെ ചീഫ് ഇക്കണോമിസ്റ്റും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി അംഗവുമായ സൗമ്യകാന്തി ഘോഷ് പറഞ്ഞു. കാർഷിക ക്ഷീരമേഖലകൾ തുറന്നുകൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ലെങ്കിലും കാർഷികേതര മേഖലകളിൽ ഇളവുകൾ നൽകിയേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 5 രൂപയും പവന് 40 രൂപയുമാണ് കൂടിയത്. സ്വർണം ഗ്രാമിന് 9,105 രൂപയും പവന് 72,840 രൂപയുമാണ് പുതിയ വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7,465 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിലും മാറ്റമില്ല. ഗ്രാമിന് 122 രൂപ എന്ന രീതിയിലാണ് വ്യാപാരം. കേരള വാർത്തകൾ നോക്കാം. KSRTC KTDFCക്ക് നൽകാനുള്ള ഹ്രസ്വകാല ദീർഘകാല വായ്പകളിൽ ഇളവനുവദിച്ചു. മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, മന്ത്രിസഭായോഗത്തിലെ മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? KSRTC KTDFCക്ക് നൽകാനുള്ള ഹ്രസ്വകാല ദീർഘകാല വായ്പകളിൽ ഇളവ് അനുവദിച്ചതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട ൊന്ന്. കോർപ്പറേഷൻ വായ്പയെടുത്തതിൽ ഇനി ബാക്കി നിൽക്കുന്നതിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പലിശയും മറ്റ് പിഴകളും ചേർത്ത് ആകെ 436 കോടി 49 ലക്ഷം രൂപ ഒഴിവാക്കി നൽകാനാണ് തീരുമാനം. പ്രതിസന്ധിക്കിടയിൽ നൽകാനുള്ള ഇത്രയധികം തുക ഒഴിവാക്കി നൽകിയത് കോർപ്പറേഷനെ സംബന്ധിച്ച് തീർത്തും ആശ്വാസകരം തന്നെയാണ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തോന്നയ്ക്കലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് അനുമതി നൽകിയതാണ് മറ്റൊരു പ്രധാന തീരുമാനം. തുടക്കത്തിൽ 5ാം ക്ലാസ്സിലേക്ക് 35 കുട്ടികൾക്ക് അഡ്മിഷൻ നൽകും. 6 അനധ്യാപക തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്താനും തീരുമാനമായി. പട്ടികവർഗ വീടുകളുടെ വൈദ്യുതീകരണത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെട്ട 1097 വീടുകളും RDSS അഡീഷണൽ പ്രപ്പോസൽ പ്രകാരമുള്ള 40 വീടുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ 1137 വീടുകളുടെ വൈദ്യുതീകരണത്തിനുള്ള ശുപാർശ അംഗീകരിച്ച കേന്ദ്ര ഊർജ മന്ത്രാലയത്തെ അറിയിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പൊഴിയൂർ, കൊല്ലങ്കോട് കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 43.65 കോടി രൂപയുടെ തത്വത്തിലുള്ള അംഗീകാരമായി. നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ഡിസൈൻ അംഗീകരിച്ച 1.2 കിലോമീറ്റർ ഭാഗത്താണ് പ്രവൃത്തി നടക്കുക. ചെല്ലാനം പദ്ധതിയിൽ അവലംബിച്ച മാതൃകയിൽ PMU കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് KIDCയെ SPV ചുമതലപ്പെടുത്തി കിഫ്ബി മുഖാന്തിരം ഫണ്ട് ലഭ്യമാക്കാനാണ് തീരുമാനം. മറ്റൊന്ന്, കണ്ണൂർ മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിൽ സൂപ്രണ്ടിന്റെ ഒരു തസ്തിക സൃഷ്ടിച്ച് പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള സെഷൻ ഓഫീസറെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കും. ഇതൊക്കെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട സുപ്രധാന തീരുമാനങ്ങൾ. വിദ്യ.
യെസ്, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങളാണ് അമൽ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കോവിഡിന് ശേഷം പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. തിരുവനന്തപുരത്ത് കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയർ, മുള, കൈത്തറി, മൺപാത്രം മുതലായ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കോവിഡിന് ശേഷം വൻതോതിൽ വർദ്ധിക്കുന്നതായി മന്ത്രി പറഞ്ഞു. മാർക്കറ്റിന്റെ ആവശ്യത്തിനും താൽപര്യത്തിനും അനുസൃതമായി പരമ്പരാഗത മേഖലയിലെ ഉൽപ്പന്നങ്ങൾ മാറണം. നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കണം. ഇത്തരം പരമ്പരാഗത ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. കളിമൺ വ്യവസായം ഉൾപ്പെടെ ഇത്തരം സൊസൈറ്റികൾ വഴി ഓൺലൈനിലും വിപണി സാധ്യതകൾ കണ്ടെത്തണമെന്നും ഇതിന് സാധ്യമായ പിന്തുണ വ്യവസായ വകുപ്പ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡിന് ശേഷം ലോകത്തിന്റെ ഉപഭോഗ രീതികളിൽ വലിയ മാറ്റം വരുന്നുണ്ട്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം നന്നായി വർദ്ധിക്കുന്നുണ്ട്. ഇന്ന് ടെക്നോളജി കുറെ വികസിച്ചുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾക്ക് ഒരു സ്കെൽട്ടൺ മതി. ബാക്കിയൊക്കെ നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ നിങ്ങൾ ഉൽപാദനത്തിൽ സാങ്കേതിക വിദ്യ പറയുന്ന പോലെ തന്നെ. ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു, കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണി തുടങ്ങിയവർ പങ്കെടുത്തു. മൈഫിൻ TV തിരുവനന്തപുരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഓപ്പൺ ആക്സസ് ഫ്യൂൽ ഫാമും എയർക്രാഫ്റ്റ് റീഫ്യൂലിംഗ് സെന്ററും കമ്മീഷൻ ചെയ്തു. നിലവിലുള്ള ഇന്ധന വിതരണ കമ്പനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റെടുത്താണ് പുതിയ സൗകര്യം ഒരുക്കിയത്. എയർപോർട്ടിന്റെ പ്രവർത്തനക്ഷമതയും സുസ്ഥിരതയും മെച്ചപ്പെടുത്താൻ ഇത് വഴിയൊരുക്കും. വലിയ ജെറ്റ് ഇന്ധന സംഭരണശാലയും ഹൈഡ്രൻ സംവിധാനവും 2 വർഷത്തിനുള്ളിൽ എയർപോർട്ടിൽ നിർമ്മിക്കും. ഇത് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സമയം കുറയ്ക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓഹരി വിപണിയിൽ ബുൾ റണ്ണിന് സാധ്യത. നിഫ്റ്റി റെക്കോർഡ് നിലവാരത്തിലേക്ക്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ അടുത്തയാഴ്ചയോടെ. വ്യാപാരം $120 ബില്യൺ ഉയരും. ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക്. ഇന്ത്യക്ക് മുൻപ് പാകിസ്ഥാൻ സന്ദർശിക്കും. വിപ്രോയ്ക്ക് അറ്റാദായത്തിൽ നേട്ടം 11% വർധന. ഇന്തോനേഷ്യയേക്കാൾ കുറഞ്ഞ താരിഫ് ലക്ഷ്യമിട്ട് ഇന്ത്യ ഓഗസ്റ്റ് 1 മുൻപ് കരാറായേക്കും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.